ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ പഠിക്കാൻ പോകുന്നത് ഇക്വിലിബ്രിയത്തിന്റെ നെക്സ്റ്റ് ഒരു ടോപ്പിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്സ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഇക്വിലിബ്രിയം ഒരു എക്സ്പ്രഷൻ ഇൻ ദ ടേംസ് ഓഫ് കെ സി അതുപോലെ കെ പി അങ്ങനെ രണ്ട് ടേംസിൽ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ എക്സ്പ്രസ് ചെയ്യാൻ പഠിച്ചു. അതില് ആ കെ സി അതുപോലെ ആ കെ പി തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടു. അതാണ് ഇന്നലെ നമ്മൾ ഡിറൈവ് ചെയ്തത്. കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. അതിൽ ഓരോ ഡെൽറ്റ എൻ എന്താണെന്നൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. പിന്നെ നമ്മൾ ഒരു ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതിന്റെ കുറച്ച് എക്സാമ്പിൾസ്, പിന്നെ നമ്മൾ ഒരു 2-3 പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്തു. അതിന്റെ കുറച്ചുകൂടെ പ്രോബ്ലംസ് നമ്മുടെ ടെക്സ്റ്റിലെ എക്സസൈസ്, നമ്മുടെ ടെക്സ്റ്റിന്റെ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് കിടക്കുന്ന എക്സസൈസ് ക്വസ്റ്റ്യൻസ് കുറച്ച് ഞാൻ സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞു തന്നിരുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ടോപ്പിക്ക് കണ്ടു കഴിഞ്ഞതിന് ശേഷം ആ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ആപ്ലിക്കേഷൻസിലോട്ട് പോകുന്നതിന് മുന്നേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്സിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു തന്നെയായിരുന്നു. ഓക്കെ, അത് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം. ഫസ്റ്റത്തെ അതിന്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആ നെയിമിൽ തന്നെയുണ്ട്. അത് എപ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് എപ്പോൾ മാത്രമാണ് കൺസിഡർ ചെയ്യാൻ കഴിയുക? നമ്മുടെ ആ റിയാക്റ്റൻസിന്റെയും പ്രൊഡക്ട്സിന്റെയും കോൺസെൻട്രേഷൻ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തണം. എന്താണ്? നമ്മുടെ ആ റിയാക്റ്റൻസിന്റെയും പ്രൊഡക്ട്സിന്റെയും കോൺസെൻട്രേഷൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തുക. ആ ഒരു കേസിൽ മാത്രമേ, ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഫസ്റ്റ് ഫീച്ചർ. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ആ വാല്യൂ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസിന്റെയും പ്രൊഡക്ട്സിന്റെയും ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ ഇന്നലെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തപ്പോൾ കണ്ടു, ആ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ അവിടെ എഴുതി വെക്കുന്നേ ഉള്ളൂ. ഫൈനൽ നമ്മൾ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എക്സ് സോൾവ് ചെയ്തിട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഒരു വാല്യൂ ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ റിയാക്റ്റൻസിന്റെയും പ്രൊഡക്ട്സിന്റെയും ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അടുത്ത പോയിന്റ്, ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. അത് ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ടേം ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പോ നമുക്ക് ഒരു പർട്ടിക്കുലർ റിയാക്ഷനിൽ എനിക്ക് കെ സിയുടെ വാല്യൂ ഒരൊറ്റ വാല്യൂ കിട്ടുള്ളൂ അല്ലെ? ഇന്നലെ നമ്മള് കുറച്ച് പ്രോബ്ലംസ് ചെയ്തപ്പോ കണ്ടു കെ സിക്ക് ഒരുപാട് വാല്യൂസ് ഒന്നും ഇല്ല. ഒരു പർട്ടിക്കുലർ റിയാക്ഷനില് ആ കെ സിക്ക് ഒരു വാല്യൂ ഉള്ളൂ. പക്ഷെ അവിടെ ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ആയിരിക്കണം എന്നിട്ട്. അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നാലും അറ്റ് 300 കെൽവിൻ അങ്ങനെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ തന്നിട്ടാണ് എന്നോട് എന്ത് കണ്ടുപിടിക്കാൻ പറയുന്നത്? കെ സി കണ്ടുപിടിക്കാൻ പറയുന്നത് അല്ലെ? ഇനിയിപ്പം ആ ടെമ്പറേച്ചർ വേരി ചെയ്ത് കഴിഞ്ഞാൽ ആ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. അത് ഓർത്തോണം. എന്തിനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ടെമ്പറേച്ചറിനെ. അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി? ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റിവേഴ്സ് റിയാക്ഷന്റെയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർവേഡ് റിയാക്ഷന്റെയും തമ്മിലൊരു റിലേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണത്? ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഫോർവേഡിന്റെയും റിവേഴ്സിന്റെയും കെ സിയുടെ റിലേഷൻ എന്ന് പറയുന്നത് ദേ ആർ ഇൻവേഴ്സ്. ഓക്കെ, ലാസ്റ്റത്തെ ഒരു പോയിന്റ് കൂടി ഉണ്ട്. അത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ? ഒരു റിയാക്ഷന്റെ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പറയുക. ഇപ്പോ ഞാൻ ആ ഒരു റിയാക്ഷനെ ഒരു സ്മോൾ ഒരു ഇന്റിജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ എന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ചേഞ്ച് ചെയ്യും അല്ലെ?
അതെന്താണ് ഞാൻ പറയാം. ഇവിടെ നോക്കിയോ, ഈ Kc എന്ന് പറയുന്ന ആയിരുന്നു എന്റെ ഒരു പർട്ടിക്കുലർ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഞാൻ ആ റിയാക്ഷൻ, ഇപ്പൊ ഒരു എക്സാമ്പിൾ A+B ഗിവിംഗ് C+D, ആ ഒരു റിയാക്ഷനെ ഫുൾ ഞാൻ n എന്നൊരു ടേം കൊണ്ട്, ഒരു ഇന്റിജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഈ Kcയിലും ആ ഒരു എഫക്റ്റ് ഒബ്സർവബിൾ ആണ്. അതായത് ഇവിടെയും n എന്നൊരു ഫാക്ടർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. ഇനി ഞാൻ എന്റെ ആ റിയാക്ഷനെ എന്താ n കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ കൂടെ ഒരു 1/n ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കാരണം അവിടെ നമ്മൾ ആ റിയാക്ഷനിൽ എന്താണോ, എന്ത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്തത്, ആ ഒരു ചേഞ്ച് നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിലും വിസിബിൾ ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ആപ്ലിക്കേഷൻസിലോട്ട് പോകാം. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ, predict the extent of a reaction on the basis of its magnitude. അതായത് ആ Kcയുടെ വാല്യൂ വെച്ചിട്ട് എനിക്ക് ആ റിയാക്ഷൻ അതിന്റെ എക്സ്റ്റെന്റ് അത് കംപ്ലീറ്റ് ചെയ്തോ അതോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളോ, അപ്പൊ അത് ഏത് എക്സ്റ്റെന്റിൽ ആ റിയാക്ഷൻ ഇപ്പോൾ നിൽക്കുകയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. എപ്പോഴാണ് ആ Kcയുടെ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് എനിക്ക് ആ റിയാക്ഷൻ എക്സ്റ്റെന്റ്, അത് റിയാക്ഷന്റെ എക്സ്റ്റെന്റ് എന്ന് വെച്ചാൽ അത് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളോ അതോ അത് മിഡിൽ നിൽക്കുവാണോ അതോ അത് എൻഡ് ചെയ്തോ, അങ്ങനെയൊക്കെയുള്ള ആ സ്റ്റേറ്റുകൾ എനിക്ക് പറയാൻ പറ്റും. അത് ഫസ്റ്റ് ആപ്ലിക്കേഷൻ. സെക്കൻഡ് ആപ്ലിക്കേഷൻ, predict the direction of the reaction. നമ്മുടെ ആ റിയാക്ഷന്റെ ഡയറക്ഷൻ പറയാൻ പറ്റും. ഫോർവേഡ് ആണോ, റിവേഴ്സ് ആണോ, അതോ അത് സ്റ്റേബിൾ ആണോ, അങ്ങനെ ഒരു 3 സ്റ്റേറ്റുകൾ നമുക്ക് പറയാൻ പറ്റും. തേർഡ് പോയിന്റ്, കാൽക്കുലേറ്റ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. നമുക്ക് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ Kc കണ്ടുപിടിക്കാൻ പറ്റും. സോറി, Kc അല്ല, Kcയിൽ നിന്നും നമുക്ക് ഓരോ റിയാക്ഷനും ഇക്വിലിബ്രിയത്തിൽ എത്ര കോൺസെൻട്രേഷനിലാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മൾ ഈ കഴിഞ്ഞ എക്സാമ്പിൾസിലൊക്കെ ചെയ്തത്. എനിക്ക് Kc തരും, അതുപോലെ ഒരു ഇനീഷ്യൽ കോൺസെൻട്രേഷനും തരും, എന്നിട്ട് എന്നോട് ആ ഒരു റിയാക്ഷൻ അറ്റ് ഇക്വിലിബ്രിയത്തിൽ എന്തോരം കോൺസെൻട്രേഷനിലാണ് എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇന്നലെ സോൾവ് ചെയ്ത് ഓർക്കുന്നില്ലേ, എക്സ് എന്നൊരു ടേം ഒക്കെ എടുത്തിട്ട് നമ്മൾ എക്സ് സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓരോന്നിന്റെയും കണ്ടുപിടിക്കാൻ പറ്റും. ചോദിക്കുന്ന ആരുടെ വേണേലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ആ ഓരോ ആപ്ലിക്കേഷനിലോട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം. ഫസ്റ്റ് ആപ്ലിക്കേഷൻ, predicting the extent of a reaction. ഓക്കെ, എനിക്കിപ്പോ എന്റെ ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ന്യൂമറിക്കൽ വാല്യൂ വെച്ചിട്ട് ആ റിയാക്ഷന്റെ എക്സ്റ്റെന്റ് പറയാൻ പറ്റും. അതായത് ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഗീവ്സ് ദ എക്സ്റ്റെന്റ് ഓഫ് ദ റിയാക്ഷൻ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വെച്ചിട്ട് എനിക്ക് അത് അതിന്റെ റേറ്റ് അത് സ്പീഡിലാണോ അതോ വളരെ സ്ലോ ആയിട്ടാണോ, എങ്ങനെയാണ് അവരാ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തത്, അതിന്റെ റേറ്റ്, അതിന്റെ സ്പീഡ് എനിക്ക് പറയാൻ പറ്റുകയില്ല. എനിക്ക് അവർ എത്തിയോ, അവർ കംപ്ലീറ്റ് ആയോ, തുടങ്ങിയതേ ഉള്ളോ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അവർ സ്പീഡിലാണോ റിയാക്ട് ചെയ്തത്, വളരെ സ്ലോ ആയിട്ടാണോ റിയാക്ട് ചെയ്തത്, അങ്ങനെ അതിന്റെ റേറ്റ് എനിക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ വെച്ചിട്ട് പറയാൻ പറ്റുകയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ കണ്ട റിയാക്ഷനില് ഈ Kc എന്ന് പറയുന്നത് അല്ലെങ്കിൽ Kp എന്ന് പറയുന്നത് ഈക്വൽ ടു, നമ്മൾ മേളിൽ പ്രൊഡക്റ്റ് അല്ലേ എഴുതുന്നേ, മേളിൽ പ്രൊഡക്റ്റും ഡിനോമിനേറ്ററിൽ റിയാക്റ്റന്റും അല്ലേ എഴുതുന്നേ, അല്ലെ? അവരുടെ കോൺസെൻട്രേഷൻ ആണല്ലോ എഴുതുന്നത്. അപ്പോ ഈ Kc അല്ലെങ്കിൽ ഈ Kp ഇത് ആർക്കാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ? നമ്മുടെ ഈ പ്രൊഡക്റ്റിനാണ്. ഈ പ്രൊഡക്റ്റിനാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ.
അല്ലാതെ ന്യൂമറേറ്ററിലല്ലേ കിടക്കുന്നത്. അപ്പോൾ അതായത് പ്രൊഡക്റ്റ് കൂടി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? KC ഓർ KP ഹൈ ആയിരിക്കും. അപ്പോൾ പ്രൊഡക്റ്റുമായിട്ടാണ് ഈ KC അല്ലെങ്കിൽ KPക്ക് ഡയറക്റ്റ് റിലേഷൻ ഉള്ളത്. ഇനി റിയാക്ടന്റിന്റെ കാര്യം നോക്കിക്കേ. റിയാക്ടന്റുമായിട്ട് ഇവർക്ക് ഇൻവേഴ്സ് റിലേഷൻ ആണ് അല്ലെ, ഇൻവേഴ്സ് റിലേഷൻ ആണ്. അപ്പോ റിയാക്ടന്റ് കൂടിക്കഴിഞ്ഞാൽ KC അല്ലെങ്കിൽ KP എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം അവര് ഡിനോമിനേറ്ററിലാണ്, അവര് ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഓക്കെ, അതിന്റെ അർത്ഥം K കൂടിയാൽ അതിന്റെ അർത്ഥം നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? അവിടെ ആരുടെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ? പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ. KC അല്ലെങ്കിൽ KP ഹൈ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഹൈ ആണ്. ഓക്കെ, ഇനി ഈ ഒരു 3 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഞാൻ പറയുന്ന 3 പോയിന്റ്സ് അത് വെച്ച് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചിരിക്കാം. നോക്കോളൂ, ഇഫ് KC ഗ്രേറ്റർ ദാൻ 10 ക്യൂബ്, ശ്രദ്ധിച്ചോണം, KCയുടെ വാല്യൂ ഗ്രേറ്റർ ആണ്. ഗ്രേറ്റർ ആണെന്ന് വെച്ചാൽ അപ്പോഴേ നമുക്ക് പറയാൻ പറ്റും പ്രൊഡക്റ്റ് ആണ് അവിടെ റിയാക്ടന്റിനേക്കാൾ കൂടുതൽ അല്ലെ. അപ്പോ പ്രൊഡക്റ്റ് കൂടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അവിടെ ആ റിയാക്ഷൻ കുറെ നേരമായി സ്റ്റാർട്ട് ചെയ്തിട്ട്, കാരണം പ്രൊഡക്റ്റ് അവിടെ കൂടിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ആ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറെ നേരമായി, ആ റിയാക്ഷൻ നിയർലി കംപ്ലീറ്റ് ചെയ്യാറായി അല്ലെ. അപ്പൊ KC വളരെ ലാർജ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് വളരെ ലാർജ് ആണ്. അതിന്റെ അർത്ഥം റിയാക്ഷൻ തുടങ്ങിയിട്ട് ഒരുപാട് ടൈം ആയി, അങ്ങനെ ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആകാറായി. അതുകൊണ്ടാണ് അവിടെ പ്രൊഡക്റ്റ് അത്രയും ഹൈ കോൺസെൻട്രേഷനിൽ കാണുന്നത് നമുക്ക് പറയാം. അതാണ് ദ റിയാക്ഷൻ പ്രൊസീഡ്സ് നിയർലി ടു കംപ്ലീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ദ റിയാക്ഷൻ ഓഫ് H2 വിത്ത് O2 അറ്റ് 500 Kelvin. H2 ഉം O2 ഉം തമ്മിലുള്ള റിയാക്ഷൻ, അതായത് H2 പ്ലസ് O2 ഗിവിംഗ് 2H2O, 2H2 പ്ലസ് O2 ഗിവിംഗ് 2H2O. ഓക്കെ, ഇവിടെ ഈ ഒരു റിയാക്ഷനില് H2വിന്റെയും O2വിന്റെയും റിയാക്ട് ചെയ്യുന്ന ആ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടോ, 2.4 into 10⁻47. നിങ്ങളെ പവർ ശ്രദ്ധിച്ചാൽ മതി. 10⁻47 എന്ന് വെച്ചാൽ എത്രയോ വലുതാണ്. അപ്പൊ അത്രയും കംപ്ലീറ്റ് ചെയ്യാറായി ആ റിയാക്ഷൻ എന്നാണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കാം. ഈ റിയാക്ഷൻ നോക്കിക്കോളൂ. H2 plus Cl2 giving 2HCl at 300 Kelvin has KC 4 into 10⁻31. കണ്ടില്ലേ, 10⁻31. അടുത്തൊരു റിയാക്ഷനിൽ 10⁻18. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ്, അതിന്റെ പവർ വളരെ ഹൈ ആണ്, പ്രൊഡക്റ്റ് വളരെ ഹൈ ആണ്, റിയാക്ഷൻ കംപ്ലീറ്റ് ആകാറായി. അപ്പോൾ ഓർത്തോണം, KC ഗ്രേറ്റർ ദാൻ 10 ക്യൂബിന്റെ കേസിലാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ്, KC ലെസ് ദാൻ 10⁻³ ആണെങ്കിൽ, KCയുടെ വാല്യൂ 10⁻³ കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ K എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ടോപ്പിലും റിയാക്ടന്റ് ബോട്ടത്തിലും അല്ലേ. അപ്പൊ KC കുറയണമെങ്കിൽ അവിടെ ആരായിരിക്കും കൂടിയത്? റിയാക്ടൻസ് ആയിരിക്കും കൂടിയത്. ഓക്കെ, KC കുറവാണെങ്കിൽ റിയാക്ടന്റ് ആണ് കൂടുതൽ. അപ്പൊ ഇവിടെ റിയാക്ടന്റ് ആണ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നത് ഓവർ പ്രൊഡക്ട്സ്. പ്രൊഡക്ട്സിനെക്കാളും ഇവിടെ ഹൈ ആരാണ്? റിയാക്ടൻസ് ആണ്. ഓക്കെ, അപ്പോ KC കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? റിയാക്ടന്റ് അവിടെ ഹൈ ആണ്. റിയാക്ടന്റ് ഹൈ ആണെന്ന് വെച്ചാൽ അവിടെ റിയാക്ഷൻ എന്താ വളരെ പയ്യാണ് വരുന്നത്, പ്രൊഡക്റ്റ് ആവുന്നില്ല. പ്രൊഡക്റ്റ് ആവുന്നതിന് മുന്നേ, പ്രൊഡക്റ്റ് കുറച്ചായപ്പോൾ തന്നെ അവരെന്ത് ചെയ്തു? ആ ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തി. അതാണ് KC വളരെ ചെറുതാണ്, വളരെ സ്മോൾ ആണ്. എന്ന് വെച്ചാൽ റിയാക്ഷൻ പ്രൊസീഡ് റെയർലി, അതായത് വളരെ കുറച്ച് മാത്രമേ റിയാക്ഷൻസ് അവിടെ നടന്നിട്ടുള്ളൂ. അപ്പൊ എന്റെ റിയാക്ടൻസ് ആണ് ഹൈ, പ്രൊഡക്റ്റ് കുറവാണ്. അതിന്റെ അർത്ഥം
റിയാക്ടന്റ് പ്രൊഡക്റ്റായി ജസ്റ്റ് ഒരു കുറച്ച് റിയാക്ഷൻ റൺ ചെയ്തപ്പോഴേ അവർ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ഇതാ നോക്കോളൂ. H2O ഇൻറ്റു H2 ഇപ്പൊ നമ്മൾ കുറച്ച് മുന്നേ തൊട്ട് മേലൊരു റിലേഷൻ H2 പ്ലസ് O2 ഗിവിങ് H2O, അതിലെ 2H2 ആണ്, അവിടെ 2H2O. ഇതിൻ്റെത് 10⁻48 എന്ന് കണ്ടല്ലോ, ഓർക്കുന്നില്ല? തൊട്ട് മുന്നത്തേത് KC ഗ്രേറ്റർ ദാൻ 10³ ആണെന്ന് പറഞ്ഞ ആ ഒരു കേസിൽ. അപ്പൊ ഇവിടുത്തെ കേസിൽ നോക്കിക്കേ, ഇവിടുത്തെ 10⁻−48 അത് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. കാരണം ഇതൊരു ഇക്വിലിബ്രിയം റിയാക്ഷൻ ആണെങ്കിൽ ഇതിന്റെ റിവേഴ്സ് അല്ലേ ഇവിടെ. അപ്പൊ റിവേഴ്സ് എന്ന് വെച്ചാൽ ഫോർവേഡിന്റെ ഇൻവേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പൊ 1/10⁻48 ആയിരിക്കുമല്ലോ. ഓക്കെ, അതാണ് 10⁻−48 ആണ് ഇവരുടെ കേസ്. അപ്പൊ അത് വളരെ കുറവാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ കൂടെ നോക്കാം. N2 + O2 ഇൻ ഇക്വിലിബ്രിയം വിത്ത് 2NO. അപ്പൊ അവരുടെ പവർ 10⁻−31. കണ്ടോ, വളരെ ചെറുതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി തേർഡ് ഒരു പോയിന്റ് കൂടി ഉണ്ട്. നോക്കൂ, KC ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് 10⁻³ to 10³ ഈ ഒരു റേഞ്ചിലാണെങ്കിൽ 10⁻³ to 10⁻3, അതായത് രണ്ടുപേരുടെയും ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ നമുക്ക് റിയാക്ടൻസിന്റെയും പ്രൊഡക്ട്സിന്റെയും കോൺസെൻട്രേഷൻസ് അവിടെ വിസിബിൾ ആണ്. രണ്ടുപേരുടെയും അപ്രീഷ്യബിൾ, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെൻട്രേഷൻസ് റിയാക്ടൻസിന്റെയും പ്രൊഡക്ട്സിന്റെയും എന്തായിരിക്കും? വിസിബിൾ ആയിരിക്കും. ഏത് കേസിലാണ്? ഇൻ ദ റേഞ്ച് ഓഫ് 10⁻³ to 10³ ആ ഒരു റേഞ്ചിൽ. ഓക്കെ, അതിന് 2-3 എക്സാമ്പിൾസ് നമുക്ക് നോക്കിയിട്ട് നെക്സ്റ്റ് ആപ്ലിക്കേഷനിലോട്ട് പോവാം. ഇപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് H2ഉം I2ഉം റിയാക്ട് ചെയ്ത് HI ആണ് എങ്കിൽ അതിന്റെ KCയുടെ വാല്യൂ 57, ഇൻ ബിറ്റ്വീൻ വാല്യൂസ് ആണ്. അതുപോലെ N2O4 ഡീകമ്പോസ് ചെയ്തിട്ട് NO2 ആയിട്ട് മാറുന്നത്, അതിന്റെയും 4.64 × 10⁻−3, അതായത് അത് -3 കുറവല്ല, 10⁻³ കൂടുതലുമല്ല. അതായത് ഇറ്റ് ഈസ് നെയ്തർ ടു സ്മോൾ നോർ ടു ലാർജ്. അപ്പൊ അതിന്റെ ഇക്വിലിബ്രിയം രണ്ടുപേരുടെയും മിക്സ്ചറിന്റെ അകത്ത് നമുക്ക് രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻസ് ഒബ്സർവബിൾ ആണ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ജനറലൈസ് ചെയ്ത് പറയാം. ഈ പറഞ്ഞ 3 പോയിന്റ്സ് നമുക്കൊന്ന് ജനറലൈസ് ചെയ്ത് പറയാം. ഇതാണ്. അപ്പൊ ഇവിടെ നോക്കാം, KCയുടെ വാല്യൂ എക്സ്ട്രീംലി ലാർജ് ആണ്. ഫസ്റ്റ് കേസ്, KCയുടെ വാല്യൂ എക്സ്ട്രീംലി ലാർജ്, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 10³ അങ്ങനാണെങ്കിൽ റിയാക്ഷൻ എന്തായി? പ്രൊസീഡ്സ് ഓൾമോസ്റ്റ് ടു കംപ്ലീഷൻ, അതായത് റിയാക്ഷൻ കംപ്ലീറ്റ് ആവാറായി. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കേസ്. സെക്കൻഡ് കേസ് ലെസ് ദാൻ 10⁻−3, അതായത് വളരെ കുറവാണെങ്കിൽ റിയാക്ഷൻ ഹാർഡ്ലി പ്രൊസീഡ്സ്, ജസ്റ്റ് കുറച്ചായതേ ഉള്ളൂ. ഓക്കെ, ഇനി ഇൻ ബിറ്റ്വീൻ ആണ് KCയുടെ വാല്യൂ എങ്കിൽ ബോത്ത് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് ആർ പ്രസന്റ് അറ്റ് ഇക്വിലിബ്രിയം, രണ്ടുപേരും ഇക്വിലിബ്രിയത്തിൽ പ്രസന്റ് ആണ്. ഓക്കെ, ഇത് മറക്കാതെ ഓർത്തിരിക്കുക. കാരണം നമുക്ക് KC ഒരു റിയാക്ഷൻ തന്നിട്ട് ആ കൂടെ KCയും തന്നു, എന്നിട്ട് നമ്മളോട് ചോദിക്കുവാണ് എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കണം ഏത് പവറിൽ എപ്പോഴാണ് റിയാക്ഷൻ. അതുപോലെ ചോദിക്കാം ഇതില് ഏത് റിയാക്ഷനിലാണ് റിയാക്ഷൻ കംപ്ലീറ്റ് ആയത് അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ നമ്മൾ ആ 3 പോയിന്റ്സ്, ഇപ്പൊ പറഞ്ഞ ഈ 3 വാല്യൂസും ആ പോയിന്റ്സും അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആപ്ലിക്കേഷനിലോട്ട് പോവാം.
അടുത്തതാണ് പ്രഡിക്റ്റിംഗ് ദ ഡയറക്ഷൻ ഓഫ് ദ റിയാക്ഷൻ. ആ റിയാക്ഷന്റെ ഡയറക്ഷൻ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് അത് ഫോർവേഡ് ആണോ റിവേഴ്സ് ആണോ, അത് അങ്ങനെ നമുക്ക് അതിന്റെ ഡയറക്ഷൻ പറയാൻ പറ്റും. ഓക്കെ, അതിന് നമ്മളിവിടെ ഒരു പുതിയൊരു ടേം പഠിക്കുവാണ്, റിയാക്ഷൻ കോഷ്യന്റ്. എന്താണ്? റിയാക്ഷൻ കോഷ്യന്റ് Q. ഈ റിയാക്ഷൻ കോഷ്യന്റ് Qനെ എനിക്ക് QC, അത് മോളാർ കോൺസെൻട്രേഷൻ എന്നും പറയാം. അതുപോലെ QP, പാർഷ്യൽ പ്രഷർ ആയിട്ടും പറയാം. നമ്മൾ KC KP എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഈ റിയാക്ഷൻ കോഷ്യന്റിനെയും QC QP എന്നൊക്കെ പറയാം. അത് നമ്മളെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പറഞ്ഞ അതേപോലെ തന്നെയാണ് Q നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞതുപോലെ പ്രൊഡക്റ്റിന്റെ ബൈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ, അവർ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യൻസ് അതെല്ലാം കാണും. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ മാത്രം ശ്രദ്ധിക്കുക. ഇത് നമ്മൾ പറയുന്നത്, ഈ QC നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇക്വിലിബ്രിയം വാല്യൂസ് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ KC നമ്മൾ എഴുതുന്നത് എപ്പോഴാണ്? അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാണ് നമ്മൾ KC പറയുന്നത്. അതായത് ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള വാല്യൂസ് ആണ് നമ്മൾ എഴുതാറ്. പക്ഷേ KCക്ക് ദേ ആർ നോട്ട് നെസസറിലി ദ ഇക്വിലിബ്രിയം വാല്യൂസ്. അവരുടെ കോൺസെൻട്രേഷൻസ് ഇക്വിലിബ്രിയം വാല്യൂസ് ആവണമെന്ന് നിർബന്ധമില്ല. അറ്റ് എനി ടൈമിലെ വേണമെങ്കിലും നമുക്ക് Q പറയാൻ പറ്റും. പക്ഷെ KC നമുക്ക് ഇക്വിലിബ്രിയത്തിലെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിക്കുന്നത് നമ്മൾ KC കണ്ടുപിടിക്കുന്ന പോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ മൾട്ടിപ്ലൈ ചെയ്തു, അവരുടെ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് പവർ ആക്കി ഇട്ട് കൊടുത്തു, ഹോൾ ഡിവൈഡഡ് ബൈ റിയാക്ടൻസിന്റെ എല്ലാം കൂടെ പ്രൊഡക്റ്റ് എടുത്തു, കോൺസെൻട്രേഷന്റെ പ്രൊഡക്റ്റ് എടുത്തു, അവരുടെയും പവർ നമ്മൾ ഇട്ട് കൊടുത്ത് KC കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും QC കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഈ Q എന്നൊരു ടേം കൊണ്ടുവന്നതിന് എന്തിനാണ് അത് കൊണ്ടുവന്നത്? നമുക്ക് ആ റിയാക്ഷന്റെ ഡയറക്ഷൻ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ എങ്ങനെയാണ് QC എന്നുള്ള ആ ടേം വെച്ച് നമുക്ക് ഡയറക്ഷൻ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുക? അതിനും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3 പോയിന്റ്സ് ഉണ്ട്, അതും തെറ്റിപ്പോവരുത്, അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇഫ് QC ഗ്രേറ്റർ ദാൻ KC. ഞാൻ QC കണ്ടുപിടിച്ചു, അത് KCയേക്കാൾ ഗ്രേറ്റർ ആണ്. ഓക്കെ, അപ്പൊ KCയേക്കാൾ കൂടുതലാണ് ഈ QC. അപ്പൊ എനിക്ക് ഈ റിയാക്ഷൻ ഏത് ഡയറക്ഷനിലോട്ടായിരിക്കും പോവുക? ഡയറക്ഷൻ ഓഫ് റിയാക്ടൻസിന്റെ ഡയറക്ഷനിലോട്ട് പോകും. ഇത് റിയാക്ടൻസ് ഗിവിംഗ് പ്രൊഡക്റ്റ്, ഇതല്ലേ നമ്മുടെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻ ദ ഡയറക്ഷൻ ഓഫ് റിയാക്ടൻസ് എന്ന് വെച്ചാൽ ഇങ്ങോട്ടല്ലേ പോകുന്നത്, അതായത് റിവേഴ്സ് റിയാക്ഷനിലല്ലേ ഇവിടെ പോസിബിൾ ആവുക. ഇത് നമ്മുടെ റൈറ്റ് ആണ്, അപ്പൊ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് ഇവിടെ പോകുന്നത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഈ മൂവ്മെന്റ്. എപ്പോഴാണ്? QC ഗ്രേറ്റർ ദാൻ KC ആയിരിക്കുമ്പോൾ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി, പ്രൊഡക്റ്റ് ബൈ റിയാക്ടന്റ് അല്ലേ, അപ്പൊ ഇവിടെ QC വളരെ കൂടുതലാണ്. അപ്പൊ QC കുറഞ്ഞു വേണ്ട ഇക്വിലിബ്രിയത്തിൽ എത്താനായിട്ട്. അപ്പൊ ഹൈ ആയിട്ട് നിന്നിട്ട് കാര്യമില്ല. അപ്പൊ QC കുറയണമെങ്കിൽ QC കുറഞ്ഞു വരണം നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എത്താൻ. അപ്പൊ QC കുറയാൻ ഒരു വഴിയേ ഉള്ളൂ, റിയാക്ടന്റ് ഹൈ ആയാൽ മതി അല്ലെ. ഡിനോമിനേറ്ററിലെ ടേം ഹൈ ആയി കഴിഞ്ഞാൽ ടോപ്പിൽ കിടക്കുന്ന ഈ Q കുറഞ്ഞോളൂല്ലോ. അപ്പൊ റിയാക്ടന്റ് ഹൈ ആകണമെങ്കിലുള്ള വഴി എന്താ? നമ്മള് റിവേഴ്സ് റിയാക്ഷനിൽ പോവുക, എങ്കിൽ മാത്രമേ റിയാക്ടൻസിന്റെ വാല്യൂ ഹൈ ആവുകയുള്ളൂ. ഓക്കെ, അപ്പൊ പ്രൊഡക്റ്റ് തിരിച്ച് റിയാക്ടന്റ് ആവുന്ന ആ ഒരു റിവേഴ്സ് റിയാക്ഷനിൽ മാത്രമേ നമുക്ക് ആ ഒരു കണ്ടീഷൻ, അതായത് QCയെ ഗ്രേറ്റർ ആയിട്ട് നിൽക്കുന്ന ആ QCനെ ഒന്ന് കുറയ്ക്കാൻ ഒരു വഴി അതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ പോയിന്റ് ഓർത്ത് വെക്കുക, QCയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ KC ആണെങ്കിൽ ആ റിയാക്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് പോയിന്റ്, QCയുടെ വാല്യൂ KCയേക്കാൾ കുറവാണ്, ലെസ് ദാൻ KC ആണെങ്കിൽ ആ റിയാക്ഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രൊഡക്ട്സിന്റെ ഡയറക്ഷനിൽ പോകും. അതായത് അതൊരു ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും. QCയുടെ വാല്യൂ KCയേക്കാൾ കുറവാണെങ്കിൽ ആ റിയാക്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ട്സിന്റെ ഡയറക്ഷനിലോട്ട് പോകും. അതായത് അതൊരു ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും. നമ്മൾ നോക്കിയാൽ മതി, Q എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ബൈ റിയാക്ടന്റ് അല്ലേ. അപ്പൊ QCയുടെ വാല്യൂ
കുറവാണ് ഇവിടെ. അപ്പൊ ഇത് കുറഞ്ഞു നിൽക്കുവാണ്. നമുക്കിതിനെ കുറച്ച് ഹൈ ആക്കി വേണം ഇക്വിലിബ്രിയം ആയിട്ടുള്ള KCയിൽ എത്തിക്കാൻ, അല്ലെ? അപ്പോൾ ഇത് ഹൈ ആവാൻ ഒരു വഴിയേ ഉള്ളൂ, നമ്മുടെ പ്രൊഡക്റ്റ് ഹൈ ആക്കി കൊടുത്താൽ മതി. ഓക്കെ, പ്രൊഡക്റ്റ് ഹൈ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഫോർവേഡിലോട്ട് തന്നെ റിയാക്ഷൻ പോവണ്ടേ, എങ്കിലല്ലേ റിയാക്ടന്റ് റിയാക്ട് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോയാലേ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടായിരിക്കും ഈ റിയാക്ഷൻ പോകുന്നത്. എപ്പോഴാണ്? QC ലെസ് ദാൻ KC ആവുമ്പോൾ. ഓക്കെ, ഈ 2 പോയിന്റും ക്ലിയർ അല്ലേ? ഇനി ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ഒന്ന് ലെസ് ദാൻ ഒന്ന് ഗ്രേറ്റർ ദാൻ എന്നാകുമ്പോൾ അടുത്തത് എന്തായിരിക്കും? ഉറപ്പായിട്ടും ഈക്വൽ ടുന്റെ കേസ് ആയിരിക്കും. ഇതാണ് അടുത്തത്. QCയും KCയും ഈക്വൽ ആണെങ്കിൽ ആ റിയാക്ഷൻ അവിടെ എന്തിലാണ്? ഇക്വിലിബ്രിയത്തിലാണ്. നമ്മളൊന്നും ചെയ്യണ്ട, രണ്ടുപേരും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്താണ്? ആ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ പോയിന്റ് ഒന്നുകൂടെ ഞാൻ പറയാം. QCയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ KC ആണെങ്കിൽ ആ റിയാക്ഷൻ ഒരു റിവേഴ്സ് റിയാക്ഷൻ ആയിരിക്കും. QCയുടെ വാല്യൂ ലെസ് ദാൻ KC ആണെങ്കിൽ അതൊരു ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും. QCയും KCയും ഈക്വൽ ആണെങ്കിൽ അതൊരു ഇക്വിലിബ്രിയം റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പം കുറച്ചുകൂടെ ക്ലിയർ ആകും. നിങ്ങൾ ആ പ്രോബ്ലം നോക്കോളൂ. H2 + I2 ഗിവിംഗ് 2HI എന്റെ റിയാക്ഷൻ ആണ്. എനിക്ക് KC തന്നിട്ടുണ്ട്, 57 എന്ന് KC തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ അറ്റ് എനി ടെമ്പറേച്ചർ, ആ T കണ്ടോ, ആ സ്മോൾ T എന്ന് കണ്ടോ? അതിന്റെ അർത്ഥം നമ്മുടെ ആ കോൺസെൻട്രേഷൻ അറ്റ് എനി ടെമ്പറേച്ചർ, ഏതെങ്കിലും ഒരു ഇക്വിലിബ്രിയത്തിൽ ആവണം എന്ന് നിർബന്ധമില്ല, ഏതോ ഒരു ടെമ്പറേച്ചറിലെ കോൺസെൻട്രേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ H2ന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, I2ന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, HIയുടെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് അറ്റ് എനി ടൈം, ഏതെങ്കിലും ഒരു ടൈമിലെയാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ റിയാക്ഷന്റെ ഡയറക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യുക എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ കയ്യിൽ KC ഉണ്ട്, QC നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, കാരണം അറ്റ് എനി ടെമ്പറേച്ചറിലെയും കോൺസെൻട്രേഷനോട് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് QC കണ്ടുപിടിക്കാമല്ലോ. QC നമ്മൾ KC കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. HI പ്രൊഡക്റ്റ് അല്ലേ, അതിന്റെ പവർ ഇട്ട് കൊടുക്കണം, HI². ഓക്കെ, ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് I2. പക്ഷെ ഒരു കാര്യം ഓർത്താൽ മതി, ഇത് അറ്റ് എനി ആർബിട്രറി ടൈം, നമുക്ക് തന്നേക്കുന്ന ആ ഒരു ഏതെങ്കിലും ഒരു ആർബിട്രറി ടൈമിലെയാണ് നമ്മളിവിടെ QC കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ കോൺസെൻട്രേഷൻ ഓഫ് HI തന്നിട്ടുണ്ട്, H2 തന്നിട്ടുണ്ട്, I2 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ QCയിലോട്ട് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ, ഇത് സോൾവ് ചെയ്യുന്നതിന് കാണിക്കണ്ടല്ലോ, കാരണം നമ്മൾ കഴിഞ്ഞ ഡേയ്സിലെല്ലാം ഇങ്ങനത്തെ പ്രോബ്ലംസ് ആയിരുന്നു കൂടുതലും വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ജസ്റ്റ് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇതിലോട്ട് ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് QCയുടെ വാല്യൂ 8 എന്ന് കിട്ടി. KC എത്രയായിരുന്നു? 57 ആയിരുന്നു, അല്ലേ? അപ്പൊ ഇവിടെ ആരാണ് ഹൈ? KC ആണ് ഹൈ. അപ്പൊ നമ്മൾ ഏത് കണ്ടീഷൻ ആണ്? QC ലെസ് ദാൻ KC എന്നുള്ള സെക്കൻഡ് പോയിന്റ് അല്ലേ ഇവിടെ പറയുന്നത്. QCയുടെ വാല്യൂ കുറവാണ് KCയെക്കാളും. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിക്കേ, റിയാക്ഷൻ ഏത് ഡയറക്ഷനിലോട്ട് പോകും? ഫോർവേഡ് ഡയറക്ഷനിലോട്ട് പോകും, അല്ലെ? ഇപ്പൊ ഫോർവേഡ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ എന്താ? അവിടെ ഒരുപാട് HI, അതായത് പ്രൊഡക്റ്റ്, ഹൈ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു. അപ്പൊ H2ഉം I2ഉം റിയാക്ട് ചെയ്ത് മോർ HI പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഫോർവേഡ് ഡയറക്ഷനിലോട്ട് പോകും. അങ്ങനെ ആ ഫോർവേഡ് റിയാക്ഷൻ നടന്ന് ലാസ്റ്റ് QCയും KCയും ഈക്വൽ ആവുന്നത് വരെ, QCയും KCയും ഈക്വൽ ആവുന്നവരെ അവിടെ റിയാക്ഷൻ ഫോർവേഡിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ എളുപ്പത്തില് ഒരു റിയാക്ഷൻ തന്നിട്ട് അവരുടെ ഒരു പർട്ടിക്കുലർ Tയിലെ കോൺസെൻട്രേഷനും തന്ന് KCയും തന്നു കഴിഞ്ഞാൽ നമുക്ക് റിയാക്ഷൻ ഏത് ഡയറക്ഷനിലോട്ടാണെന്ന് എളുപ്പത്തിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഒരു ടേബിൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, QCയുടെ വാല്യൂ കുറവാണ്, KC ആണ് ഹൈ. അങ്ങനെയാണെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ, റിയാക്ടൻസ് ഗിവിംഗ് പ്രൊഡക്ട്സ് എന്നുള്ള ഫോർവേഡ് റിയാക്ഷനിലോട്ട് പോകും. ഇനി രണ്ടുപേരും QCയും KCയും ഈക്വൽ ആണെങ്കിൽ റിയാക്ടന്റും പ്രൊഡക്റ്റും ഇക്വിലിബ്രിയത്തിലാണ്.
ഇനി ക്യു സി ആണ് ഹൈ, കെ സി വളരെ കുറവാണെങ്കിൽ പ്രൊഡക്റ്റ് ടു റിയാക്ടന്റ്, അതായത് റിവേഴ്സ് റിയാക്ഷനിലോട്ടായിരിക്കും നമ്മുടെ റിയാക്ഷന്റെ ഡയറക്ഷൻ പോവുക. ഓക്കെ, ലാസ്റ്റ് ഇവർ എങ്ങനെ പോയാലും, അതായത് ഫോർവേഡ് നടന്നാലും റിവേഴ്സ് നടന്നാലും നമ്മുടെ എയിം എന്ന് പറയുന്നത് എന്താണ്? അവർ ഇക്വിലിബ്രിയത്തിൽ എത്തണം എന്നാണ്. ഓക്കെ, ഫോർവേഡിലോട്ട് നടന്നാലും ബാക്ക്വേർഡിലോട്ട് റിയാക്ഷൻ നടന്നാലും അറ്റ് ലാസ്റ്റ് നമ്മുടെ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തണം. അതാണ് നമ്മുടെ ഐഡിയ. നമുക്കിനി ഒരു പ്രോബ്ലം നോക്കാം. ഇത് ക്യു സി ലെസ് ദാൻ കെ സി, ഞാൻ ലെഫ്റ്റ് ടു റൈറ്റ് എന്നൊരു ടേംസിൽ പറഞ്ഞില്ലേ, അതാണ് ഇവിടെ. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് പറയുമ്പോൾ റിവേഴ്സ് റിയാക്ഷൻ, സോറി, ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് വെച്ചാൽ ഫോർവേഡ്, റൈറ്റ് ടു ലെഫ്റ്റ് റിവേഴ്സ്. ക്യു സി ഈക്വൽ ടു കെ സി ആണെങ്കിൽ അവിടെ റിയാക്ഷൻസ് ഒന്നും നടക്കുന്നില്ല. റിയാക്ഷൻസ് നടക്കുന്നില്ല എങ്കിൽ അവരെന്താണ്? ദേ ആർ ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ, നമുക്കിനി ഒരു പ്രോബ്ലം നോക്കാം. ദ വാല്യൂ ഓഫ് കെ സി, എനിക്ക് 2a ഗിവിംഗ് ബി പ്ലസ് സി എന്നൊരു റിയാക്ഷൻ്റെ അകത്ത് കെ സിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു ഗിവൺ ടെമ്പറേച്ചറിലെ എയും ബിയും സിയുടെയും കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അത് മൂന്നും ഈക്വലും ആണ്. 3 × 10⁻⁻⁴ ആണ്. അങ്ങനെയാണെങ്കിൽ എന്നോട് ചോദിച്ചിരിക്കുന്നത് ആ റിയാക്ഷൻ ഏത് ഡയറക്ഷനിൽ പോകും എന്നാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? ക്യു സി കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ ക്യു സി കണ്ടുപിടിക്കുവാണ്. കോൺസെൻട്രേഷൻ ഓഫ് ബി ഇൻറ്റു സി ബൈ കോൺസെൻട്രേഷൻ ഓഫ് എയുടെ സ്ക്വയർ. ആ പവർ എഴുതി. ഓക്കെ, ഇവിടെ എയും ബിയും സിയും ഈക്വൽ അല്ലേ? അപ്പൊ വാല്യൂസ് എല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു നോക്കിക്കേ. അപ്പൊ എനിക്ക് ക്യു സി 1 എന്ന് കിട്ടി. ഓക്കെ, കെ സിയുടെ വാല്യൂ ഇവർ എത്രയായിരുന്നു തന്നിരുന്നത്? 2 × 10⁻³ ആണ്. അത് കുറവല്ലേ? 1 ആണോ 2 × 10⁻³ ആണോ കൂടുതൽ? 1 ആണ് കൂടുതൽ. ഇപ്പൊ ക്യു സി ആണ് ഗ്രേറ്റർ ദാൻ കെ സി. അപ്പൊ ആ റിയാക്ഷൻ എന്തായിരിക്കും? റിവേഴ്സ് റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒരുപാട് ചോദിക്കും കേട്ടോ. നമുക്കത് ആ ക്യു സി കെ സി എന്നുള്ള ഐഡിയയും അതുപോലെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു 3 പോയിന്റ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ മതി.